ഇത് സാറ്റലൈറ്റ് സർവേ ആണ്, RTK എന്ന് പറയും. ഇത് ഓരോ പോയിന്റുകൾ സാറ്റലൈറ്റിനെ ബേസ് ചെയ്ത് എടുത്തിട്ട് പിന്നെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും വെച്ചിട്ടും ചെയ്യുന്നതാണ്. എടുത്ത പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കുക ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള എത്ര പോയിന്റ് എടുത്താലും നമുക്ക് ആവശ്യത്തിനുള്ള പോയിന്റുകൾ ഏതൊക്കെയാണ് നമ്മുടെ ബൗണ്ടറി എന്ന് വെച്ചാൽ അത് നമ്മൾ യോജിപ്പിക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏരിയ സ്ക്വയർ മീറ്ററിൽ ഇതിനകത്ത് വരും. പിന്നെ നമ്മൾ സെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുക ചെയ്യുന്നത്. വെച്ചിട്ടും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നത് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ മെഷീനാണ്. അതാകുമ്പോൾ അതായാൽ തന്നെ നമുക്ക് പരസ്പരം മെഷീനും പ്രിസവും തമ്മിൽ കാണണം. ടോട്ടൽ സ്റ്റേഷൻ മെഷീനും പ്രിസവും തമ്മിൽ കാണണം. ഇപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിരുന്നാൽ ഒരു സ്ഥലത്ത് വെച്ച് പരസ്പരം കാണേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മറ്റേ പഴയ മെഷീനാകുമ്പോൾ നിങ്ങൾ അപ്പുറം ഇപ്പുറം ഇത് രണ്ട് മെഷീൻ തമ്മിൽ കാണുന്ന ലെവലിൽ, അതായത് മെഷീനും പ്രിസം പിടിച്ചിട്ടാണ് ചെയ്യുക. ഒരു പ്രിസം ഉണ്ട് നമുക്ക് വേണ്ട പോലെ, ആ പ്രിസവും മെഷീനും തമ്മിൽ കാണണം. അതിനകത്ത് ലെൻസിൽ കൂടെ കണ്ടാൽ മാത്രമേ നമുക്ക് പോയിന്റ് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിനിപ്പോൾ അതൊന്നും വേണ്ട, തമ്മിൽ ആവശ്യമൊന്നുമില്ല. അതിലിപ്പോൾ നമുക്കില്ലൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ റോഡ് നമ്മുടെ സെൻറ്റർ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളച്ചിങ്ങനെ ആക്കണോ, അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമർക്ക് ഇങ്ങനെ റോഡ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ചേർക്കണം. അത് ചേർക്കുമ്പോൾ റോഡ് അപ്പോൾ ഈ 2 മീറ്റർ പിന്നെ എനിക്ക് കിട്ടിയിട്ട് കാര്യം. അതായത് നമ്മൾ ഇന്നടിച്ച കുറ്റി മുതൽ എൻ്റെ മേലോട്ട് നിങ്ങളുടെ അതിൽ പോകുന്നില്ല. നമ്മളിത് 2 പ്ലോട്ട് ആക്കുമ്പോൾ ഇവിടെ ഒരു 20 മീറ്റർ കിട്ടണം, അപ്പുറം ഒരു 20 മീറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ അതാ നോക്കിയത്. അത് 46 മീറ്റർ ആയല്ല, 46. അപ്പോൾ ഇതിന്റെ സെന്റർ അല്ലേ നമുക്ക് വരേണ്ടത്? ഇതിന്റെ സെന്റർ 4 മീറ്റർ റോഡ് വെച്ചോ. 4 മീറ്റർ 46 3 മീറ്റർ താരങ്ങും 21 മീറ്റർ ലിങ്ക് നമുക്കതുണ്ട്. ലിങ്ക് വെച്ചോ. ഇപ്പൊ 24 തന്നെ ഉണ്ട്. അതിലിപ്പോൾ നമുക്കില്ലൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ റോഡ് നമ്മുടെ സെന്റർ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വളച്ചിങ്ങനെ ആക്കണോ, അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമർക്ക് ഇങ്ങനെ റോഡ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ചേർക്കണം. അത് ചേർക്കുമ്പോൾ റോഡ് അപ്പോൾ ഈ 2 മീറ്റർ പിന്നെ എനിക്ക് കിട്ടിയിട്ട് കാര്യം. ബാക്കിയുള്ള സ്ഥലം അപ്പുറത്തവർക്ക് കൊടുക്കാം. അങ്ങനെ പിന്നെ അത് നമുക്കൊന്ന് എത്രയാന്നില്ലൊന്ന് അത് നോക്കാം. വേണമെങ്കിൽ എവിടെ മതി? ഇതിവിടെ അല്ലേ പിടിച്ച് വെച്ചത്? 21 അടുത്തേക്ക് വരുന്ന നമുക്ക് എത്ര പോകാനായി? ഇവിടെ അല്ലേ? അത് റോഡിന്റെ എൻ്റെ അവിടെ വന്നു 12 ഒരു 20 മീറ്റർ. 21 മാറ്റിയിട്ട് നമുക്ക് ഒരു ഇവിടെ പിടിക്കാൻ കഴിയുക. ഇല്ല, ഇത് എനിക്ക് ഞാനും നിങ്ങളിങ്ങനെ കെട്ടുകൊണ്ട് എനിക്കൊരു അഭിപ്രായം. ആ ലൈൻ അവർ മണ്ണ് കട്ട് ചെയ്ത് വെച്ചിട്ട് ആ കട്ട് ചെയ്ത് വെച്ചാൽ ആ ലെവലിൽ ഇങ്ങോട്ട് ഇവിടെ പിടിക്കും. സെൻറ്റർ പിടിക്കുക, എന്നിട്ട് ലെവൽ പിടിച്ചിട്ട് ഇവിടുന്ന് പോകാം. 2 മീറ്റർ അപ്പോൾ ഇപ്പോൾ പിടിച്ച് പോയി കഴിഞ്ഞാൽ ബൗണ്ടറി കൂടെ നടന്ന് ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ സർവേ ചുറ്റുമെത്തുമ്പോഴത്തേക്ക് സർവേ കഴിയും. മറ്റേതാകുമ്പോൾ നമുക്ക് ഓരോ പോയിന്റ് ട്രയാങ്കിൾ ആക്കിയിട്ട് ടേപ്പ് വെച്ച് ചെയ്യുമ്പം പ്ലോട്ട് ട്രയാങ്കിൾ ആക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സമയമെടുക്കും. അകത്തുള്ള കാടുകൾ മുഴുവൻ തെളിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ബൗണ്ടറി മാത്രം തെളിച്ച് പോകാനുള്ളൊരു വഴിയുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും നടന്ന് അളവെടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഇത് പൂർത്തീകരിക്കാൻ പറ്റും അല്ലേ? മറ്റാകുമ്പോൾ കാടെല്ലാം കുറെ വൃത്തിയാക്കിയിട്ട് ഓരോ ഏരിയയിൽ പോയിട്ട് ചെയിനെല്ലാം വലിച്ച് അങ്ങനെ ചെയ്യണം. ഇതാകുമ്പോൾ ഒരുപാട് ദൂരത്തേക്കുള്ളത് എത്ര ദൂരമാണെങ്കിൽ നമുക്ക് ഒരു 15 ഇവിടെ ഒരു സ്ഥലത്ത് മെഷീൻ സെറ്റ് ചെയ്താൽ ഒരു 15 കിലോമീറ്റർ ദൂരത്തോളം ഇവിടെ വെച്ചിട്ട് നമുക്ക് പോയിട്ട് സർവേ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. മെഷീൻ തമ്മിൽ പരസ്പരം കാണേണ്ട ആവശ്യമില്ല.